നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്കും മഞ്ഞ റേഷൻ കാർഡിലേക്കും മാറാൻ അവസരമുണ്ട്. ഇങ്ങനെ നിങ്ങൾ മാറുകയാണെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ റേഷൻ കാർഡിൻ്റെ കളറുകൾ മാറ്റുക, അതുപോലെ തന്നെ നിലവിൽ റേഷൻ കാർഡിൽ പുതിയ ആളുകളെ എങ്ങനെ ചേർക്കാം, നിലവിൽ മരണപ്പെട്ട ആളുടെ എങ്ങനെ പേരുകൾ ഒഴിവാക്കാം, പുതിയ റേഷൻ കാർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. സാധാരണഗതിയിൽ 4 രൂപത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. വെള്ള, നീല, പിങ്ക്, അതുപോലെ തന്നെ മഞ്ഞ എന്നിങ്ങനെ 4 റേഷൻ കാർഡുകളാണ് നിലവിലുള്ളത്. സർക്കാരിൻ്റെ ഒട്ടുമിക്ക ആനുകൂല്യങ്ങളും ഒട്ടുമിക്ക അവസരങ്ങളും ലഭിക്കുന്നത് പിങ്ക്, മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സബ്സിഡി എന്നിങ്ങനെ പല കാര്യങ്ങളും ഈ കാർഡുള്ള ആളുകൾക്ക് മാത്രമാണ് ലഭിക്കാറ്. എന്നാൽ അർഹതയുണ്ടായിട്ടും ഒരുപാട് ആളുകൾക്ക് വെള്ള റേഷൻ കാർഡുകൾ ലഭിച്ചിരുന്നു കുറച്ചു മുമ്പ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്കും മഞ്ഞ റേഷൻ കാർഡിലേക്കും എല്ലാം മാറാൻ അവസരമുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ അളവ് പഞ്ചായത്തിൽ എടുക്കുക എന്നുള്ളതാണ്. അത് 1000 സ്ക്വയർ ഫീറ്റ് മേലെ കൂടാൻ പാടില്ല. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി നമ്മുടെ വീടിൻ്റെ അളവുകൾ നമുക്ക് ലഭിക്കും. അത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ആദ്യത്തെ കടമ്പ കടന്നു. അതുപോലെ തന്നെ വീട്ടിൽ ആരെങ്കിലും സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ആരുടെ പേരിലാണ് റേഷൻ കാർഡുള്ളത്, അവർ വിധവയാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആണെങ്കിൽ നമുക്ക് ചുവപ്പ് റേഷൻ കാർഡും മഞ്ഞ റേഷൻ കാർഡും എല്ലാം ലഭിക്കും. വീടിൻ്റെ അളവ്, അതുപോലെ തന്നെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ്, സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ എന്നിവയെല്ലാം ചേർത്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അപേക്ഷ നമ്പർ ലഭിക്കുകയും പിന്നീട് അവരൊരു അന്വേഷണം നടത്തി നമ്മൾ കൊടുത്ത രേഖയെല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ചുവപ്പ് റേഷൻ കാർഡും മഞ്ഞ റേഷൻ കാർഡും എല്ലാം ലഭിക്കും. അതുവഴി നമുക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അനർഹമായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ വീട് വെക്കുന്ന സമയത്ത് ചെറിയ വീട് വെച്ച് അവർക്ക് ചിലപ്പോൾ മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ചിട്ടുണ്ടാകും. പിന്നീട് അവർ വീട് വലുതാക്കുകയും 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ 2 റേഷൻ കാർഡിനും അർഹതയില്ല. അങ്ങനെയുള്ള ആളുകൾ അപേക്ഷ കൊടുത്ത് അവരുടെ കാർഡ് വെള്ളയിലേക്ക് മാറേണ്ടി വരും. അല്ലാത്ത പക്ഷം പിന്നീട് അവർ കണ്ടെത്തുകയാണെങ്കിൽ, സപ്ലൈ ഓഫീസർ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ അത്രയും കാലം വാങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. 1 കിലോ അരിക്ക് 36 രൂപ വെച്ചായിരിക്കും അവർ തിരിച്ചടയ്ക്കേണ്ടി വരിക. അതിൻ്റെ 12% പലിശയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ അവർ വാങ്ങിയ അരിയുടെ മറ്റും കണക്കെടുത്ത് നമ്മൾ ഈ ആനുകൂല്യങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് പ്രവാസികളെ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരിനെ കൂടെ NRK എന്ന് രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. മരണപ്പെട്ട് കഴിഞ്ഞാൽ 40 ദിവസത്തിനകം തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പുതിയ ആളുകൾ ചേർക്കാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ആധാർ കാർഡുള്ള 2 വയസ്സുള്ള കുട്ടികളെ നമുക്ക് റേഷൻ കാർഡിൽ ചേർക്കാം. അതുപോലെ തന്നെ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കാനും ഇപ്പോൾ ഒരുപാട് സുഖമാണ്. മുമ്പ് ഒരുപാട് രേഖകളും മറ്റും ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ നല്ല സൗകര്യമാണ്. നമ്മൾ ഓരോ ഓഫീസുകളിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കും. സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ല, അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ സെൻറ്ററുകൾ വഴി ചെയ്യാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വാട്സപ്പ് വഴി നമ്മൾ സേവനം നൽകുന്നതാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കൽ, റേഷൻ കാർഡിൽ നിന്നും ആളുകളെ പേര് വെട്ടിമാറ്റൽ, മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കൽ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുമെങ്കിൽ നമ്മൾ മെസ്സഞ്ചറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും
നന്ദി, നമസ്കാരം.